എൻ്റെ പേരിന് പ്രസക്തിയില്ല. ഞാനൊരു ഇൻഫ്ലുവൻസറോ ഒരു സെലിബ്രിറ്റിയോ അല്ല. നിങ്ങളെ എന്തെങ്കിലും തരത്തിൽ സ്വാധീനിക്കാനുള്ള കഴിവ് എനിക്കില്ല. ഒരുപക്ഷെ ഞാൻ പറഞ്ഞാൽ കേൾക്കുന്ന 5-6 വോട്ട് എനിക്ക് ചുറ്റുമുണ്ട് എന്നുള്ളതിനപ്പുറം എനിക്ക് യാതൊരു സ്വാധീനവും കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ ഭൂമികയിലില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന എല്ലാ മലയാളികളോടുമായിട്ട് ചില കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് ഈ വോയിസ് മെസ്സേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ എത്രയോ ദശാബ്ദങ്ങളായിട്ട് കേരളത്തിലെ രാഷ്ട്രീയ പോരാട്ടം എന്ന് പറയുന്നത് UDF-ഉം LDF-ഉം തമ്മിലാണ്. അതല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും തമ്മിലാണ് നേരിട്ടുള്ള പോരാട്ടം നടക്കുന്നത്. ഒരുപക്ഷെ ഈ ഒരു തെരഞ്ഞെടുപ്പിലായിരിക്കാം ഒരു ത്രികോണ മത്സരം, അതായത് 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒരു 5ഓളം മണ്ഡലങ്ങളിൽ പ്രധാനമായിട്ടും ത്രികോണ മത്സരം ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിൽ തന്നെ പ്രധാന മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് തൃശൂർ, തിരുവനന്തപുരം, ആലപ്പുഴ, ആറ്റിങ്ങൽ, പത്തനംതിട്ട, പിന്നീട് അവസാനമായ ലിസ്റ്റിലേക്ക് പാലക്കാട് മണ്ഡലവും. ഈ മേൽപ്പറഞ്ഞ മണ്ഡലങ്ങളിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസ് പാർട്ടിക്കും പുറമെ ഒരു ത്രികോണ മത്സരത്തിന്റെ ചിത്രം രൂപീകരിക്കുന്നതിനായിട്ട് BJPയും കാര്യമായിട്ട് കളത്തിലുള്ള മണ്ഡലം എന്ന് പറയുന്നത്. ഈ ഒരു വോയിസ് മെസ്സേജിലൂടെ BJPക്ക് ഒരു 4 വോട്ട് അധികം പിടിച്ചു കൊടുക്കാം എന്നുള്ള കോൺഫിഡൻസ് ഒന്നും എനിക്കില്ല. അത്തരം ഒരു ഉദ്ദേശവും എനിക്കില്ല. പക്ഷെ ഒരു രാഷ്ട്രീയ സന്ദേശം കൊടുക്കേണ്ട സമയം കൂടെയാണിത്. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഉദ്യമവുമായിട്ട് ഇറങ്ങിയത്, പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പിന്റെ ഒരു തലേ ദിവസം. അതാത് പാർട്ടിക്കാർ എന്തുകൊണ്ട് ജയിക്കണം, അല്ലെങ്കിൽ അവരെന്തൊക്കെ ജയിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യുമെന്നുള്ള കാര്യങ്ങളൊക്കെ സ്ഥാനാർത്ഥികളായിട്ടും അണികളായിട്ടും അതല്ലെങ്കിൽ ദേശീയ നേതാക്കന്മാരായിട്ടും ഒക്കെ ഘോര പ്രസംഗത്തിലൂടെ നമ്മളെ അറിയിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ എനിക്ക് പറയാനുള്ളത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വ്യൂ പോയിന്റിൽ നിന്നുകൊണ്ടുള്ള കാര്യമാണ്. എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ BJPക്ക് സാധ്യതയുണ്ട് എന്ന് കരുതുന്ന ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ BJPക്ക് വോട്ട് ചെയ്യേണ്ട ആവശ്യകതയെക്കുറിച്ചും അത്തരത്തിൽ വോട്ട് ചെയ്യുന്നതിലൂടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയ സന്ദേശത്തെക്കുറിച്ചുമാണ്. കഴിഞ്ഞ എത്രയോ ദശാബ്ദങ്ങളായിട്ട് നമ്മൾ ഈ പറയുന്ന ഇടത് വലത് മുന്നണികളെ മാറി മാറി പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് പലർക്കും പല നേട്ടങ്ങളുണ്ടായിരിക്കാം, ഒരുപക്ഷെ നഷ്ടങ്ങളുണ്ടായിട്ടുള്ള മണ്ഡലങ്ങളുണ്ടായിരിക്കാം. എങ്കിലും ഇവിടുത്തെ ഒരു സവിശേഷമായിട്ടുള്ള സാഹചര്യം വെച്ചിട്ട്, അതല്ലെങ്കിൽ BJPക്ക് കാര്യമായി വേരോട്ടമില്ലാത്ത ഒരു സാഹചര്യം വെച്ചിട്ട് ഇവിടുത്തെ ഇടത് വലത് മുന്നണികൾക്ക്, അതായത് പ്രധാനമായും കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും അവരെ മെല്ലെ ബാധിച്ചിരിക്കുന്ന ഒരു അഹങ്കാരത്തിന്റെ ഭാവമുണ്ട്. എന്തൊക്കെ തന്നെ ചെയ്തിട്ടുണ്ടെങ്കിലും കേരളത്തിൽ BJPക്ക് ഒരു സ്ഥാനമില്ല എന്നും അതല്ലെങ്കിൽ മറ്റൊരു ബദലിനെ തേടി മലയാളികൾ പോവില്ല എന്നുള്ള അടിയുറച്ച വിശ്വാസത്തിലാണ് ഇവിടുത്തെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മുന്നോട്ട് പോകുന്നത്. ഒന്നുകിൽ കോൺഗ്രസ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഈ പറയുന്ന തരത്തിൽ മാത്രമേ തെരഞ്ഞെടുപ്പുകൾ നടക്കൂ എന്നും ഈ സ്ഥാനാർത്ഥികൾ മാത്രമേ ജയിക്കുകയുള്ളൂ എന്നും മറ്റൊരു ഓൾട്ടർനേറ്റീവിനെ കുറിച്ച് മലയാളി ചിന്തിക്കില്ല എന്നുമുള്ള അമിത ആത്മവിശ്വാസത്തിന്റെ പുറത്താണ് ഇവിടുത്തെ ഓരോ മുന്നണികളും പ്രവർത്തിക്കുന്നത്. ആ ഒരു ആത്മവിശ്വാസത്തിന്റെ കെടുതികളാണ് നമ്മൾ ഓരോന്നായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞപ്പോൾ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ശമ്പളം മുടങ്ങുന്ന അവസ്ഥയിലേക്ക് എത്തി. ഡെഫിനറ്റ്ലി ഒരു 6 മാസത്തിനകം കേരളത്തിൽ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങും, മറ്റ് പെൻഷനുകൾ മുടങ്ങും, ആനുകൂല്യങ്ങൾ മുടങ്ങും. കേരളം ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് വീണിരിക്കും. അത് 100% ഉറപ്പുള്ള കാര്യമാണ്. അതിന് BJP നാളെ മുതൽ പെട്ടെന്ന് ഭരിക്കാൻ തുടങ്ങിയാൽ പോലും ഈ സംഭവം അനിവാര്യമായിട്ടുള്ള ആ ഒരു തകർച്ചയെ തടുക്കാൻ നമുക്ക് സാധ്യമല്ല. പക്ഷേ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് ഈ സംസ്ഥാനം മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്നവരുടെ കെടുകാര്യസ്ഥതയുടെയും അല്ലെങ്കിൽ ദീർഘവീക്ഷണമില്ലാതെ നടപ്പിലാക്കിയ പദ്ധതികളുടെയും ഒക്കെ അനന്തരഫലമാണ് നമ്മളും നമ്മുടെ അടുത്ത തലമുറയും അനുഭവിക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതാണ് സത്യം. ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും അമിതമായിട്ടുള്ള ആത്മവിശ്വാസം കൊടുത്തത്, അതല്ലെങ്കിൽ BJPയെ എന്നും ഒരു തൊട്ടുകൂടായ്മയിലും ഐക്യത്തിലും മാറ്റി നിർത്തുമെന്നുള്ള ആത്മവിശ്വാസം കൊടുത്തത് നമ്മൾ മലയാളികൾ തന്നെയാണ്. അത് മാറ്റാനുള്ള അവസരമാണിത്. അത് ചെയ്യാൻ 5 കൊല്ലം കൂടുമ്പോഴാണ് നമുക്ക് ഓരോ അവസരമായിട്ട് ലഭിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാര്യം വിട്ടേക്കാം. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന ഏകദേശം 5-6 മണ്ഡലങ്ങളിൽ ഒരു വ്യക്തമായ ത്രികോണ മത്സരം നടക്കുമ്പോൾ നിങ്ങളിൽ ഒരാളുടെ വോട്ട് BJPക്ക് കൊണ്ടുകൊടുക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ ഒരു MP കേരളത്തിൽ നിന്ന് BJPക്ക് ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഇടത് വലത് മുന്നണികളുടെ ആത്മവിശ്വാസത്തിന് ഏൽക്കുന്ന, അതല്ലെങ്കിൽ അവരുടെ അമിത ആത്മവിശ്വാസത്തിനും അഹങ്കാരത്തിനും ഏൽക്കുന്ന ഏറ്റവും വലിയ അടിയായിരിക്കുന്നത്. കാരണം മലയാളികളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ആൾട്ടർനേറ്റീവിലേക്ക് തിരിയാൻ അവർക്ക് യാതൊരു മടിയുമില്ല എന്നുള്ള സൂചന ഇടത് വലത് മുന്നണികൾക്ക് ഇവിടെ ലഭിച്ചാൽ അതോടുകൂടെ ഇവിടുത്തെ ഇടത് വലത് മുന്നണികൾ നന്നാവുകയും ചെയ്യും, നമ്മുടെ ഭാവി ശോഭനമാവുകയും ചെയ്യും. കേവലം ഒരു 5 വർഷത്തിന് വേണ്ടി 1-2 MP നമ്മുടെ നാട്ടിൽ നിന്നുണ്ടായി, അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് BJPക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കേരളത്തെ അറബിക്കടലിൽ താഴ്ത്തുമെന്നുള്ള നിലയ്ക്കാണ് ഇവിടുത്തെ ഇടത് വലത് മുന്നണികൾ പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ യാതൊരു അടിസ്ഥാനവും അതിനില്ല. ഒന്നും തന്നെ ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ നമുക്ക് പരീക്ഷിക്കാനുള്ള ഒരു അവസരമാണ് മറ്റൊരു ടീമിന്, അതല്ലെങ്കിൽ ഈ പറയുന്ന ഇടത് വലത് മുന്നണികൾക്ക് കൃത്യമായ ഒരു മുന്നറിയിപ്പ് കൊടുക്കാനുള്ള അവസരം കൂടിയാണ് 2024 പൊതു തെരഞ്ഞെടുപ്പ്, അതല്ലെങ്കിൽ നാളെ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് സത്യം. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖറോ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയോ ജയിച്ചതുകൊണ്ട് ഇവിടെ യാതൊരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല. നമ്മുടെ മതനിരപേക്ഷതയ്ക്കോ നമ്മുടെ പുരോഗമന കാഴ്ചപ്പാടുകൾക്കോ അതല്ലെങ്കിൽ നമ്മൾ ഇത്രയും കാലം പൊതിഞ്ഞു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരു സംഗതിയാവട്ടെ, ഇതിനൊന്നും തന്നെ യാതൊരു കോട്ടവും BJPക്ക് 2-3 MP ഈ സംസ്ഥാനത്ത് നിന്ന് ഉണ്ടായി എന്നുള്ളത് കൊണ്ട് ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ
അത്തരത്തിൽ 2-3 എം പിമാരുണ്ടാവുകയും ഒരു രാഷ്ട്രീയ ഐത്തമില്ല എന്നുള്ളത് മുന്നണികൾക്ക് അറിയിച്ചു കൊടുക്കാനും നമുക്ക് സാധിച്ചാൽ ഡെഫിനറ്റ്ലി ഒരു ചേഞ്ച് ഈ നാട്ടിലുണ്ടാകുമെന്നുള്ളതാണ്. പിന്നീട് ഒരു പേടിയോടെ മാത്രമേ, അതല്ലെങ്കിൽ അമിതമാത്മവിശ്വാസം ഇല്ലാതെ മാത്രമേ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസ് പാർട്ടിക്കും സാധിക്കുകയുള്ളൂ. സ്വന്തം കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ചു പോകുന്നത് കണ്ടു നിൽക്കാൻ ആരും തന്നെ ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, അത്തരത്തിലൊരു വാണിംഗ് കൊടുക്കേണ്ട തെരഞ്ഞെടുപ്പ് കൂടെയാണിത്. അതിനുവേണ്ടി മലയാളികൾ തയ്യാറാവുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഒരു വോട്ടോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള നിങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്ന ഒന്നോ അതിലധികമോ വോട്ടുകൾ BJPക്ക് വാങ്ങിക്കൊടുക്കുക. ഇനിയിപ്പോൾ ഈ പറയുന്ന രീതികളിലൊന്നും തന്നെ BJP ജയിച്ചില്ലെന്ന് വെക്കുക. പക്ഷെ ഈ പറയുന്ന മണ്ഡലങ്ങളിലെല്ലാം തന്നെയും 2ാം സ്ഥാനത്തേക്കെങ്കിലും BJP എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ തന്നെ ഈ പറയുന്ന ഇടത് വലത് മുന്നണികൾക്ക് പേടി തുടങ്ങും, അവരുടെ മുട്ടുകാലിടിച്ചു തുടങ്ങും എന്നുള്ളതാണ് സത്യം. അപ്പോൾ നിങ്ങൾ മലയാളികൾ, അല്ലെങ്കിൽ നമ്മൾ മലയാളികൾ പ്രബുദ്ധരാണ്, സാക്ഷരതയുള്ളവരാണ്, രാഷ്ട്രീയ ബോധമുള്ളവരാണ്. നമ്മളാണ് തീരുമാനിക്കേണ്ടത് നമ്മുടെ ഭാവി എങ്ങനെയായിരിക്കണമെന്ന്. വിവേകപൂർവ്വം വോട്ട് ചെയ്യുക. ഓരോ വോട്ടിങ്ങും അതല്ലെങ്കിൽ ഓരോ തെരഞ്ഞെടുപ്പുകളും ഓരോ ചൂണ്ടുപലകയാണ്. നമ്മൾ അർഹിക്കുന്ന ഭരണാധികാരികളെയാണ് നമുക്ക് കിട്ടേണ്ടത്. നമ്മൾ അർഹിക്കുന്ന ഭരണാധികാരികളെ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് ഒരു പൊതുവായിട്ടുള്ള തത്വം. സോ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ശരിയുണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, ഒരു രാഷ്ട്രീയ മാനങ്ങൾക്കോ ചിന്തകൾക്കോ അപ്പുറം എന്തെങ്കിലും തരത്തിലൊരു ശരിയുണ്ട് എന്ന് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി BJPക്ക് ഏറ്റവും സാധ്യതയുള്ള മണ്ഡലങ്ങളിലെ വോട്ടർമാരെങ്കിലും BJPക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒരു സിഗ്നൽ അതല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് എന്നുള്ള നിലയ്ക്ക് ഇവിടുത്തെ ഇടത് വലത് മുന്നണികൾക്ക് ഒരു സന്ദേശം നൽകുക. താങ്ക് യു. ജയ് ഹിന്ദ്.